ഈ വാദം കൊണ്ടുവന്ന് ഏറ്റവും ശക്തമായി വാദിച്ച നല്ല നാവായിരുന്നു ദിക്റസലൈ. പക്ഷെ ദിക്റസലയുടെ പേര് പറഞ്ഞുണ്ടായ സംഘത്തിൽ പിന്നെ ദിക്റസല ഉണ്ടായോ? ഉണ്ടായോ? ഇല്ല. ദിക്റസലായി മറ്റേത് വേറെ തെറിച്ചു. ദീനില്ലാത്ത ഒരുപാട് ആളുകളെ പ്രസംഗിച്ചും പറഞ്ഞും ക്ലാസ് എടുത്തൊക്കെ നന്നാക്കിയ ആളാ. സുമ്മ ജാഅഹു ശൈത്വാൻ. എന്നാലും അതിന്റെ അർത്ഥം എന്താ? ഇതൊക്കെ എന്നെ കൂടെ അർത്ഥം പഠിപ്പിച്ച് എന്നെ ചിന്തിപ്പിക്കാനല്ലേ? നിങ്ങളോട് പറയും സുമ്മ ജാഅഹു ശൈത്വാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് എന്നെ ദ്രേപിക്കുമ്പോ വലിയ സന്തോഷമാണ്. ഞാൻ പറഞ്ഞല്ലോ റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞാണ്. പണ്ഡിതന്മാരുണ്ട്. അപ്പൊ അവരെ കേൾക്കുകയും അത് സ്റ്റാറ്റസ് ആക്കുകയും ഷെയർ ചെയ്യുന്ന നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അതിന്റെ ഒരു അപകടം ഒന്ന് അതിനായിട്ട് പ്ലസ് മൈനസ് ഉണ്ടാവും. അവർ നല്ലത് പറയുന്നുണ്ടാവും. ചില സംഘങ്ങളായി രൂപപ്പെടുക ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു അപകടമാണ്. ഒന്നെന്ന് വെച്ചാല് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഭിന്നിക്കരുത്. ഭിന്നിച്ചാൽ എന്ത് പറ്റും? ഭിന്നിച്ചാൽ എന്ത് പറ്റും? നിങ്ങളുടെ കാറ്റ് പോകുമ്പോ നിങ്ങൾ ഭിന്നിക്കരുത്, ഭിന്നിച്ചാൽ നിങ്ങളുടെ കാറ്റ് പോകും എന്നോ. അപ്പോ അത് നമുക്കറിയാം, അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞ കാര്യമാണ്, ഭിന്നിക്കരുത്, ഭിന്നിച്ചാൽ നിങ്ങളുടെ കാറ്റ് പോകും എന്ന് കണ്ടപ്പോ അത് തിയറിയാക്കി മാറ്റി. അതിനൊരു തിയറിയാക്കി എന്താ സംഭവിച്ച? ഒരു സമൂഹത്തെ ദുർബലമാക്കാൻ എന്ത് ചെയ്താൽ മതി? മനസ്സിലായോ? ഒരു സമൂഹത്തെ ദുർബലമാക്കാൻ ഭിന്നിപ്പിച്ചാൽ മതി. ഇത് അജണ്ടയായി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടപ്പാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ തിരിച്ചറിയണം. ഇത് വളരെ ഗൗരവത്തിൽ പറയണ്ട. ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഒരു പക്ഷേ എത്രത്തോളം പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഇതിന്റെ തെളിവുകൾ രേഖകൾ ഇങ്ങനെ കാണിച്ച് പറയേണ്ട. കഴിഞ്ഞ ദിവസങ്ങളിൽ 10 ദിവസങ്ങളാണ് ജിദ്ദയിൽ നമ്മൾ ഈ വിഷയത്തിൽ അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് വർക്ക്ഷോപ്പ് നടത്തി. ഇതിന്റെ രേഖകൾ കണ്ടുപോയി. ചിലത് നമ്മളിങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും, ചിലത് കണ്ടാൽ മനസ്സിലാവും, ചിലത് കൊണ്ടാൽ മനസ്സിലാവും. അങ്ങനെയാണ് മനസ്സിലാവും. ചിലത് കണ്ട് മനസ്സിലാവും, അല്ലെങ്കിൽ കൊണ്ട് മനസ്സിലാവും. അപ്പൊ ഇത് കാണിച്ചുകൊണ്ട് തന്നെ അതിന്റെ രേഖകൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് അതിനകത്ത് യഖീൻ വരും. ഇബ്രാഹിം പറഞ്ഞില്ലേ, മരിച്ചവരെ ജീവിപ്പിക്കണം എങ്ങനെയാണെന്ന് ചോദിച്ചു. എന്താ പറഞ്ഞത്? അവനും തൂമിൻ, വിശ്വസിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? വിശ്വാസക്കുറവുണ്ട്, പക്ഷെ വലാക്കില്ല എത്തുമയില്ല. കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒന്നുകൂടെ യക്കീൻ കിട്ടുക അതിനാന്ന് പറഞ്ഞു. അതുപോലെ കണ്ണുകൊണ്ട് കാണേണ്ട ചില സംഗതികൾ അത് മറ്റേതിന് വർക്ക്ഷോപ്പിന്റെ ഘട്ടത്തിലൊക്കെ അത് കാണിച്ച് നമുക്ക് പറയാം. ഇപ്പൊ വളരെ ചുരുക്കി പറഞ്ഞാല് ഈ ഭിന്നിപ്പിക്കുക എന്നുള്ളത് തിയറിയാക്കി സമൂഹത്തിൽ കൊണ്ടുപോകും. നിങ്ങൾ മനസ്സിലാക്കണം, 19ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ലോകത്തുയർക്കൊണ്ട ഏറ്റവും വലിയ നവജാഗരണമാണ് സലഫി സംഘങ്ങൾ. അത് നേരിട്ട് അനുഭവിച്ചവർ നമ്മൾ. എവിടെ 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 കേരളത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അന്നൊരു പറ്റം ആളുകൾ ഈ സലഫിയത്തിന്റെ പ്രഖ്യാപനവുമായി കടന്നു വന്നൊരു സംഘടനയായി പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? അള്ളാഹു തൗഫീഖാണത്. റബ്ബ് കൊണ്ടുവന്നതാണ് സലഫി സംഘത്തെ കേരളത്തിന്റെ മണ്ണിൽ. ജാറത്തിലും മഖബറകളിലും ദർഗകളിലും ഏലസിലും ഐക്യലിലും നേർച്ചപ്പൂരങ്ങളിലും ഒക്കെ കമിഴ്ന്ന് കിടന്ന് ജീവിച്ചവരാ ഞാനും നിങ്ങളും. കാരണം നമ്മളത് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ചെയ്തന്ന്. നിങ്ങളില്ലല്ലേ? ഉള്ള കാത്ത് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ചെയ്തതാണ്. ഞാനൊക്കെ ഫത്വൽ മൊയ്ൻ ഓതാൻ തുടങ്ങുമ്പോ വണ്ടിയും കയറി പോയത് നേരെ കൈ പൈസ കണ്ടിട്ടില്ല. നേരെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ മഖബറയിൽ പോയിട്ട് സൈനുദ്ദീൻ മഖ്ദൂമിനോട് ചോദിച്ചിട്ടാണ് ഞാൻ കിതാബ് ഓതാൻ തുടങ്ങിയത്. ഏത് ഫത്വൽ മൊയ്ൻ. അന്ന് ഏത് കിതാബ് ഓതാൻ തുടങ്ങുമ്പോൾ ഉമർ ഖാദിയുടെ ഖബറെടുക്ക വരും, അല്ലെങ്കിൽ ഉംറങ്ങളുടെ ഖബറെടുക്ക പോകും, പറഞ്ഞിട്ട് കിതാബ് ഓതാൻ തുടങ്ങുള്ളൂ അക്കാലത്ത്. എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ മരിച്ചെങ്കിൽ ഈ റാത്തീബും മൗലൂദും ഈ കുഫറും ശിർക്കൊക്കെ ചെയ്ത് ആ കാലത്ത് അള്ളാഹു നമ്മൾ റൂഹ് എടുത്തിരുന്നെങ്കിൽ നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നു, അവിടെ നിങ്ങളെ ഇസ്ലാം കൊണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഇതുപോലെ ഈ സലഫി നവജാഗരണം അല്ലെങ്കിൽ ഖുർആനും സുന്നത്തും ഒക്കെ പറയാൻ തുടങ്ങി, സലഫി എന്ന് പറയാൻ തുടങ്ങി, ദീൻ അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി, ഖുർആനും സുന്നത്തും എന്നൊക്കെ പറയാൻ തുടങ്ങി. അത് ഈ സംഘടന വഴിയാണ് അവിടെ ഉണ്ടായത്. ഇത് ഒരിടത്ത് മാത്രമല്ല, ഒരിടത്തും ലോകത്തിന്റെ എല്ലാ കോണുകളിലും ഉണ്ടായി. എല്ലാ കോണിലും അത് സക്സസ് ആണ്, അല്ലെങ്കിൽ അത് ഹക്കാണെന്ന് അള്ളാഹു തെളിയിച്ചു വന്നു. ഒരു നജിദ് എന്ന് പറയുന്ന നാട്, നജിദ് എവിടെ? റിയാദ്, പഴയ റിയാദിന്റെ ഭാഗം. അവിടെ കുറെ നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു. നമ്മുടെ അട്ടപ്പാടി പോലെയുള്ള സ്ഥലം ഗോത്രവർഗ്ഗങ്ങളായി ജീവിച്ച ആളുകൾ, അവർക്കിടയിലേക്കാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് വന്നത്. ദിറഇയ്യയിൽ ഇന്ന് കാണാൻ ദിറഇയ്യ പോയ ആൾക്കാർക്ക് അവിടെ റിയാദിൽ ചെന്ന ദിറഇയ്യ കാണാൻ പോവാം. ആ ദിറഇയ്യ എന്ന നാട്ടുരാജാവ് നമ്മുടെ അട്ടപ്പാടിയിലെ ഗോത്രവാസി മൂപ്പനെ പോലെ ജീവിച്ച ഒരാളുടെ അടുക്കൽ ചെന്ന്
മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല ചെന്ന് തൗഹീദ് പറഞ്ഞ് പഠിപ്പിച്ച് അദ്ദേഹത്തോട് സഹായം തേടി, നിങ്ങൾ ഈ തൗഹീദ് ഉറക്കെ പറഞ്ഞാൽ കിഴക്കും പടിഞ്ഞാറും നിങ്ങൾക്ക് കീഴ്ന്നുങ്ങും, മനസ്സിലാക്കണം. അതുകൊണ്ട് തൗഹീദിനെ നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് രാജാവിനോട് പറഞ്ഞപ്പോ രാജാവ് ആദ്യം പറഞ്ഞ, നിങ്ങൾ ഈ മൂലന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല, കാരണം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഈ ടാക്സ് ഒക്കെ വാങ്ങണ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മളാകെ വെള്ളത്തിലാവും. ഞാൻ ഇവിടെ കുറച്ച് ടാക്സ് ഒക്കെ പിടിച്ച് ജീവിക്കുകയാണ്, അതുകൊണ്ട് മൂല്യന്മാരെ പേടിക്കണം, അതുകൊണ്ട് നിങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ടാക്സ് മേടിക്കുന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നം കിട്ടാന്ന് പറഞ്ഞു. അപ്പൊ രാജാവിനോട് അന്ന് മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞ, നിങ്ങൾ ഈ തൗഹീദ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് വാങ്ങി ഇങ്ങനെ ജീവിക്കേണ്ടി വരൂല. മനസ്സിലായോ? അങ്ങനെയാണ് കൈപിടിച്ചത്. ആരുടെ ആ തൗഹീദിന്റെ പേര് കൈപിടിച്ചപ്പോഴാണ് അള്ളാഹു മക്കയും മദീനയും കൊടുത്തു. ആർക്ക്? നാട്ടുമൂപ്പന്മാർക്ക്. ഈ നാട്ടുമൂപ്പന്മാർക്ക് എന്ത് കൊടുത്തു? മക്കയും മദീന അടക്കം അത് കയ്യിൽ വെച്ച് കൊടുത്തു. എന്തിന്റെ പേരിൽ? തൗഹീദിന്റെ പേരിൽ. അന്ന് വലിയ രാജ്യങ്ങൾ ലോകത്തുണ്ട്, ഉസ്മാനിയൻ എംപയർ ഉണ്ട്, വലിയ സാമ്രാജ്യ ശക്തികളുണ്ട്. പക്ഷെ അള്ളാഹു ഈ നാട്ടുരാജാക്കന്മാരുടെ കയ്യിൽ എന്തെടുത്തു? എന്തും അവർക്കുള്ളതും അവർക്കില്ലാത്ത എന്താണ്? തൗഹീദ്. ആ തൗഹീദിന്റെ പ്രതാപം എന്താ കാണിച്ചു കൊടുത്താണ് സൗദി അറേബ്യ എന്നൊരു രാജ്യം. അപ്പൊ തൗഹീദിന്റെ ആ ഒരു പ്രകാശം ലോകത്തൊക്കെ വ്യാപിച്ച് ഇസ്ലാമിക നവജാഗരണം സംഭവിച്ചു കഴിഞ്ഞപ്പോ പിന്നെന്തെടുക്കണം? കാറ്റഴിക്കണമെങ്കിൽ ഭിന്നിപ്പിക്കണം. അങ്ങനെ പിന്നെ സലഫി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാകാൻ കാരണം ഇന്ത്യക്കാരാണ്. ആരാണ്? എന്താണ്? ഞാനതാ പറഞ്ഞു, നിങ്ങൾ കുറച്ച് സമയം തരേണ്ടി ഒരിക്കലും വിശദീകരിച്ചു തരണം. ഞാൻ അങ്ങനെ കാണിച്ചു തരും ഓരോ സാധനം. ഇന്ത്യ എന്നാണ് ഉണ്ടായത്. കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സന്ദർഭത്തിലാണ് എന്തുണ്ടാകുന്നത്? ഈ നവജാഗരണ സലഫിയത്തിനാണ് അല്ലെ? നമ്മുടെ നേതാക്കന്മാരൊക്കെ ആരായിരുന്നു? സ്വാതന്ത്ര്യ സമര സേനാനികളെ. മൗലവി ഒക്കെ സ്വാതന്ത്ര്യ സമര സേന. ഇവരൊക്കെ ചെറിയ ആൾക്കാരല്ല. മൗലവിയുടെ ശിഷ്യൻ മൗലവി, നമുക്കൊരു മൗലവിയാണ്, പക്ഷെ ലോകത്തെ സ്വാധീനിച്ച വ്യക്തിത്വങ്ങളാണ് അവരൊക്കെ. ആ നവജാഗരണം ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടായത്. ആ ബ്രിട്ടീഷ് കാലത്താണ് പഞ്ചാബിലെ പത്താംകോട്ടിൽ എന്ത് വരുന്നത്? 2 സംഘടനകൾ ഉദയം. ഏതൊക്കെയാ? ഒന്ന് കാദിയാനി, പിന്നെ പത്താംകോട്ടി വന്നത് കാദിയാനിൽ. പഞ്ചാബിലെ കാദിയാൻ വന്നാണ് കാദിയാനി. പിന്നെന്താണ് പത്താംകോട്ടി വന്നത്? അബുലൈല മൗദൂദി. ഏത് കാലത്ത്? അന്ന് ഇന്ത്യ ഉണ്ടായിട്ടില്ല. മൗദൂദി ഉണ്ടാക്കിയ ആശയം ഇന്ത്യയിൽ നടപ്പായില്ല, കാരണം ഇന്ത്യ വിഭജിക്കപ്പെട്ടു, പാകിസ്ഥാൻ നടപ്പാക്കി. ആ ആശയം തന്നെ പിന്നെ നേരെ പോയത് എങ്ങോട്ടാ? ഈജിപ്തിലേക്കാണ്. ഈജിപ്തിലാണ് സയ്യിദ് ഖുത്ബ് ജീവിച്ചിരുന്നത്. ഈജിപ്തിൽ അത് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു. ഭരണകൂടം എതിരായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന മൗദൂദിയൻ വാദം സ്വീകരിച്ച ആളുകളുടെ ഈജിപ്ഷ്യൻ വെർഷനാണ് ഇഖ്വാനുൽ മുസ്ലിമൂൻ. നമ്മുടെ നാട്ടിൽ ജമാഅത്ത് ഇസ്ലാമി, ഈജിപ്തില് ഇഖ്വാൻ മുസ്ലിമൂൻ. ആ ഇഖ്വാൻ മുസ്ലിമൂന്റെ ആളുകളെ ഈജിപ്തിൽ ഉള്ള ഭരണകൂടം നിരോധിച്ചു. പല ആളുകളെയും കൊലക്കേറ് കൊടുത്തു. ഇഖ്വാൻ മുസ്ലിമിലെ ആളെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കും? വധശിക്ഷ കൊടുക്കും. സ്വാഭാവികമായും നാട്ടിൽ ബാൻ ചെയ്തു, ഈജിപ്തിൽ എന്ന നാട്ടിൽ ബാൻ ചെയ്തു ഇഖ്വാൻ മുസ്ലിം. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഇഖ്വാൻ മുസ്ലിമിന്റെ ആളുകളെ മുഴുവനും ഒരു രാജ്യം അഭയം കൊടുത്തു. ഏതാണ് രാജ്യം? സൗദി അറേബ്യ. മനസ്സിലായോ? അപ്പൊ സൗദി അറേബ്യയിൽ അതുവരെ ഉണ്ടായിരുന്നത് എന്താണ്? അത്രയും ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് സൗദി അറേബ്യ ഉണ്ടായത് എവിടുന്നാ? ഞാൻ പറഞ്ഞല്ലോ കഥ. നജിദിലെ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് മുഹമ്മദ് അബ്ദുൽ കൈ കൊടുത്ത് അവർക്ക് എന്ത് കൊടുത്ത്? വലിയ രാജ്യം കൊടുത്ത് അവിടെ അധികാരമാണ്. സലഫിയത്തും പറഞ്ഞ് നാട്ടിൽ ആഫ്രിക്കയിലൊക്കെ ഇസ്ലാമും പറഞ്ഞ് എത്തിച്ച് നടക്കുകയാണ്. ആ സമയത്താണ് ഈജിപ്തിൽ ഇഖ്വാൻ മുസ്ലിമീൻ ബാൻ ചെയ്യപ്പെടുന്നത്. അപ്പോ ഇഖ്വാന്റെ ആളുകൾ ആര് സ്വീകരിച്ചു? സൗദി അറേബ്യ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, വമ്പൻ പോസ്റ്റുകൾ കൊടുത്തു. മദീന യൂണിവേഴ്സിറ്റിയിലെ സിലബസ് ആയിരുന്നു അബുലൈല മൗദൂദിയുടെ റബ്ബ് ദീനി ഇബാദത്ത് ഇലാഹ് എന്ന ബുക്ക്. ഏത് ബുക്ക്? റബ്ബ് ദീനി ഇബാദത്ത് ഇലാഹ് എന്ന ബുക്കിന്റെ ബുദ്ധിമുട്ട് എന്താ ബുക്ക്?
റബ്ബ്, നമ്മൾ പറഞ്ഞ റബ്ബ്, ദീന്, പിന്നെ ഇബാദത്ത്, ഇലാഹ്, നാലും നമ്മുടെ മജ്ജയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇത് നാലും രാഷ്ട്രീയവൽക്കരിച്ചതാണ് ആ ബുക്ക്. അവരുടെ മാനിഫെസ്റ്റോ ആണ്. ആ ബുക്ക് എവിടെ പഠിപ്പിച്ചു? മദീന യൂണിവേഴ്സിറ്റി. ഫൈസൽ അവാർഡ് കൊടുത്തു ആർക്ക്? മൗദൂദിക്ക്. ആര്? സൗദി ഗവൺമെന്റ്. സിലബസ് ആരുടെ സിലബസ് കൊടുത്തു? മുഹമ്മദ് കുത്തുബ്, ഈജിപ്തിൽ നിന്ന് മുഹമ്മദ് കുത്തുബിനെ അധ്യാപകനാക്കി. എവിടെ? യൂണിവേഴ്സിറ്റിയിൽ. മുഹമ്മദ് കുത്തുബ് എന്ന് പറഞ്ഞാൽ ഉസാമ ബിൻ ലാദന്റെ ഉസ്താദിന്റെ പേരാണ്. എന്ത്? അബ്ദുള്ള അസാം, ഇഖ്വാനിയാണ്. എവിടെ? ഏത് യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചു? ഏത് യൂണിവേഴ്സിറ്റി പ്രൊഫസറായി? ആ ഒരു തലമുറയെ എന്തിവർ ചെയ്തെന്ന് ചോദിച്ചാല്, ഇവർ പറഞ്ഞു ഇവർ സലഫിയത്തിന്റെ മൂടുപടം ഇട്ട്, അല്ലെങ്കിൽ ഇവർ കടന്നു വന്ന പ്രൊഫസർമാരായി നേരെ ആ തങ്ങളുടെ ആശയം സലഫിയത്തിന്റെ മറവിൽ ആർക്ക് കൊടുത്തു? ആ കാലയളവിൽ പഠിച്ച ആളുകളിലേക്ക് സന്നിവേശിപ്പിച്ചു. അപ്പൊ ഒരു പുതിയ സാധനം വന്നു. ആ പുതിയ സാധനമാണ് മുഹമ്മദ് ബിൻ സുറൂർ എന്ന് പറയുന്ന ആള് രൂപപ്പെടുത്തിയത്. മുഹമ്മദ് ബിൻ സുറൂർ രൂപപ്പെടുത്തി സുറൂറിസം എന്ന പേരിൽ ലോകവ്യാപകമായി എന്ന് പ്രചരിച്ചു. ആ പ്രചരിച്ച സുറൂറിസത്തിന്റെ വാഗ്ദാവാണ് ഉസാമ ബിൻ ലാദൻ അടക്കമുള്ള ആളുകൾ. അവരാദ്യം ടാർഗറ്റ് ചെയ്ത ആരെയാണ്? ഏത് രാജ്യത്തെയാണ്? ഒന്നും മിണ്ടാത്തത്. ഞാൻ പറഞ്ഞതൊക്കെ റെക്കോർഡാണ്. കഴുത്തിന് പിടിച്ച് ചോദിച്ചാൽ തെളിവിങ്ങനെ ഇട്ട് തരും, പിടിവിടാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? അപ്പോ സൗദി അറേബ്യയാണ് ആദ്യം ടാർഗറ്റ് ചെയ്തത്. സൗദിക്കെതിരെയാണ് ആദ്യം അവർ രംഗത്ത് വന്നത്. മനസ്സിലായോ? അവരെയാണ് ആദ്യം ആക്രമിച്ചത്. അതുകൊണ്ടാണ് 90കളിൽ നായിഫ് രാജകുമാരൻ നടത്തിയ ഒരു പത്രവാർത്തയുണ്ട്. ഇന്ന് നിങ്ങൾക്ക് കിട്ടും. മലയാള ന്യൂസിലടക്കം അത് വന്നിട്ടുണ്ട്. മലയാള ന്യൂസ് അറിയാലോ നിങ്ങൾ, അല്ലേ? ആ മലയാള ന്യൂസിലടക്കം നായിഫ് രാജകുമാരന്റെ പത്രവാർത്താ സമയത്ത് ഇഖ്വാനികളോട് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് ഞങ്ങൾ സൗകര്യങ്ങൾ തന്നു. ഒരു നാട് നിങ്ങളെ ആട്ടിപ്പുറത്താക്കിയപ്പോൾ നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നു, ജോലി തന്നു, ജീവിക്കാൻ നാട് തന്നു, സർവ്വതും തന്നു. പക്ഷെ പകരം ഞങ്ങളുടെ മക്കളെ നിങ്ങൾ നശിപ്പിച്ചു. കാര്യം വെച്ചാൽ ആ നാട്ടിൽ പഠിക്കാൻ പോയ മക്കൾ പിന്നെ ആരായി മാറി? സലഫിയത്തിട്ട സുറൂരികളായി മാറി. ആദർശമാരുടെ? കുത്തുബിയൻ ആദർശം. വേഷം എന്താണ്? വലിയ പന്തുറയും വലിയ തട്ടവും ആ മൈക്കും ആ ഇരുത്തവും ആ ഭവ്യതയും ഒക്കെ ആയിട്ട് എന്താ പറയണത്? സുറൂരിസം. അങ്ങനെയാണ് ഈ കുവൈറ്റിലെ ഹിയാ തുറാത്തിൽ അന്ന് നേതാവായിരുന്ന അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് അടക്കമുള്ള ആളുകൾ ഇതിൽ സ്വാധീനിക്കപ്പെട്ടത്. അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് സുറൂരിയാണ്. പക്ഷെ അദ്ദേഹം അൽമനാർ ലേഖനുണ്ട് അദ്ദേഹത്തിന്റെ. ആരുടെ അൽമനാർ? ആരുടെ? നമ്മുടെ ലേഖനം ആരെഴുതിയത്? അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ്. ഇങ്ങനെ ലേഖനം നമ്മൾ കാണപ്പെടാ ജമാഅത്തുകാരെടുത്ത് വായിക്കാൻ തുടങ്ങിയത്. ഇതാ കണ്ടില്ലേ? മൗദൂദി പറഞ്ഞെടുത്തേക്ക് നിങ്ങൾ വന്നത് കണ്ടില്ലേ? അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് എഴുതിയ ലേഖനം കണ്ടില്ലേ? ഹാക്കിമിയത്തുള്ള വാദം നിങ്ങൾ കണ്ടില്ലേ? അപ്പോഴാണ് നമ്മൾ പോയി നോക്കേണ്ടത്. അപ്പോൾ എഴുതുന്ന ആരാ? കുവൈറ്റിലെ ഇഹിയാ തുറാസിന്റെ തലവനായിരുന്നു അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് സൂരി. അയാൾ എഴുതി എവിടെ? ആ ലേഖനം കൊണ്ടുവന്ന് എവിടെ പ്രസിദ്ധീകരിച്ചു? അങ്ങനെ പിന്നെ അത് മനസ്സിലായി. ലോകവ്യാപകമായി അതിനെതിരെ ശബ്ദിച്ചു, രംഗത്ത് വന്നു. സൂറിസ് എത്രയോ ഗ്രന്ഥങ്ങൾ അറബി ലോകത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. പഠിക്കേണ്ട വലിയൊരു വിഷയമാണ്. അത് കൈയോടെ പിടിക്കപ്പെട്ടു. പക്ഷെ അത് പിടിക്കപ്പെട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ ലോകത്ത് എവിടെയൊക്കെ സലഫികളുണ്ട് അവിടെയൊക്കെ പടന്നുപോയി. പകുതി കാറ്റുപോയി. നമ്മുടെ കാറ്റിന്റെ എന്താ ഭിന്നിച്ചപ്പോ തന്നെ പകുതി കാറ്റ് പോയി. പിന്നെ ഉള്ള കാറ്റ് വെച്ച് നമ്മളിങ്ങനെ നടക്കാൻ തുടങ്ങി, അല്ലേ? ആ ഉള്ള കാറ്റ് വെച്ച് ഇങ്ങനെ നടന്ന് പിന്നീട് വീണ്ടും നമ്മുടെ നവജാഗരണത്തിലേക്ക് പോയപ്പോ പിന്നെ വന്ന പിളർപ്പാണ് എന്ത് ഇഷ്ടം. നമ്മുടെ നാട്ടിൽ അങ്ങനെ അറിയപ്പെട്ടു. പക്ഷേ ആദ്യ ഘട്ടത്തിൽ സൂരിസം പറഞ്ഞ മുഴുവൻ നടപടിക്രമങ്ങളെയും നടപ്പാക്കിയ സംഘടനയാണ് എന്ത് നമ്മുടെ നാട്ടിൽ ജിന്നു വിഭാഗമായി കടന്നു വന്നത്, ജിന്നുവാദമായി കടന്നു വന്നത്. ആദ്യം ഈ യഥാർത്ഥ സലഫികളെ കുറിച്ച് പറഞ്ഞ ആക്ഷേപങ്ങൾ മുഴുവൻ നടപ്പാക്കി കൊടുത്തൊരു വിഭാഗമാണ് ജിന്നു വിഭാഗമായി കടന്നു വന്നത്. ജിന്നു വിഭാഗം എവിടെ ഉണ്ടായതാണ്? ജിന്നു വിഭാഗം എവിടെ ഉണ്ടായതാണ്? സൗദി അറേബ്യയിലാണ്. ജിന്നു വിഭാഗം ഉണ്ടായത് സൗദി അറേബ്യയിലാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലാണ്. അല്ല, അതിന്റെ കാറ്റേറ്റു എവിടെ? നമ്മുടെ നാട്ടില്.
അത് സൗദി അറേബ്യയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റൊരു പുസ്തകം. അറുഖിയത്തു വറുഖ ഹൗല, പിന്നെ അസ്അലത്തു മുഹിമ്മ ഹൗല റുഖിയത്തി വറുഖ. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഈ അടുത്ത് മരിച്ചുപോയ റബീഅ ബിൻ ഹാദി അൽ മദ്ഖലി എഴുതിയ പുസ്തകം അത്. അദ്ദേഹത്തോട് ഈ വാദമുള്ള ആളുകൾ വന്ന് ചോദിക്കുന്ന ചോദ്യവും ഉത്തരവുമാണ് ആ പുസ്തകത്തിലുള്ളത്. PDF ഉണ്ട് അതിന്റെ. ഈ അടുത്താണ് മദ്ഖലി ഭരിക്കുന്നത്. അസ്ഇലത്തു മുഹിമ്മ ഹൗല റുഖിയത്തി വറുഖാത്ത്. നമ്മുടെ ഈ വാദം കേരളത്തിൽ വന്ന ആളാണ് ഡോക്ടർ സുബൈർ സാഹിബ്. ഡോക്ടർ സുബൈർ അറിഞ്ഞോ എവിടെ? ഡോക്ടർ സുബൈർ ഞാൻ തമ്മിൽ കാഞ്ഞ വിട്ടതൊരു ഡയറക്റ്റ് ഒന്ന് ഏറ്റുമുട്ടേണ്ടി വന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഞാനിത് പഠിച്ചത് എവിടുന്നാണ്? സൗദി അറേബ്യയിൽ നിന്നാണ്. ഇവിടുത്തെ നിങ്ങളെക്കാളും വലിയ വിവരമുള്ള ആലിമ്യങ്ങളാണ് എന്നെ ഇത് പഠിപ്പിച്ചത്. മനസ്സിലായി? അന്ന് ഞാൻ ആ പുസ്തകം എടുത്ത് കാണിച്ചു. 2010 ഈ പുസ്തകം പുറത്തിറങ്ങുന്നത്. അസ്ഇലത്തു മുഹിമ്മ ഹൗല റുഖിയത്തി വറുഖാത്ത് എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ ഷെയ്ഖ് റബീഅ ബിൻ ഹാദി അൽ മദ്ഖലി പറയുന്നൊരു വാചകമുണ്ട്. ഈ വിശ്വാസവും ഈ നിലപാടും നിങ്ങളെ ദീനിൽ നിന്ന് തെറ്റിക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്റെ കൂട്ടുകാരനാണ്. 2010 എഴുതിയ പുസ്തകത്തിൽ പറയണം എന്റെ കൂട്ടുകാരൻ കാന സലീലുന, അദ്ദേഹം എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. വകാന സലഫിയൻ ജിദ്ദൻ, അദ്ദേഹം പക്കാ സലഫിയായിരുന്നു. മാത്രം വകാന മുദരിസ ഫിൽ മദീന, അദ്ദേഹം മദീനയിൽ ആരായിരുന്നു? മുദരിസായിരുന്നു. മദീനയിലെ മുദരിസ് എന്റെ കൂട്ടുകാരൻ. മാത്രമല്ല അക്സറ മിന സൂഫിയീൻ, നിരവധി സൂഫികളെ മാറ്റിയ ആളാണ്. കണ്ണനും മതപ്രതൊക്കെ നടത്തിയിട്ട് നിരവധി സൂഫികളെ എടുത്തു സലഫിയാക്കിയ ആളാണ്. ആര്? എന്റെ കൂട്ടുകാരൻ. മാത്രമല്ല സൂഫികളല്ലാത്ത, ദീനില്ലാത്ത ഒരുപാട് ആളുകളെ പ്രസംഗിച്ചും പറഞ്ഞും ക്ലാസ് എടുത്തൊക്കെ നന്നാക്കിയ ആളാണ്. സുമ്മ ജാഅഹു ശൈത്വാൻ. എന്നാലും അതിന്റെ അർത്ഥം എന്താ? ഇതൊക്കെ എന്നെ കൂടെ അർത്ഥം പഠിപ്പിച്ച് എന്നെ ചെയ്തേപ്പിക്കാനല്ലേ? നിങ്ങളോട് പറയും സുമ്മ ജാഅഹു ശൈത്വാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് എന്നെ തെറിയിപ്പിക്കുമ്പോ എനിക്ക് സന്തോഷമാണ്. ഞാൻ പറഞ്ഞല്ലോ, റബീഅ ബിൻ ഹാദി അൽ മദ്ഖലി അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞാണ്. അതിപ്പോ വളരെ കുറച്ച് ആളുകൾ പറയണുള്ളൂ. സലഫി ലോകത്ത് ശൈത്താൻ വന്നാണത്. ഇത് 2010 ഇറങ്ങിയ പുസ്തകത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ ഡൗൺലോഡ് ചെയ്താൽ കിട്ടും. ആ ബുക്ക് നിങ്ങൾക്ക് കാണാം. ഇതൊന്നും കണ്ടില്ലാതെ കണ്ണടച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോ ഇത് രണ്ടാമത് നമ്മുടെ കാറ്റഴിക്കാൻ വന്ന പണിയാണ്. രണ്ടാമത് കാറ്റടിച്ചു. നമ്മുടെ നാട്ടിൽ ആ എഫക്ട് വെച്ച് നമുക്ക് നോക്കാം. ഇതെങ്ങനെ നമ്മളെ ബാധിച്ചത്? ഇതിനകത്ത് വന്ന ആദ്യം രംഗത്ത് വന്ന ആളാരാ? ഇതൊക്കെ രസമായോ? നമ്മളിന്ന് കെട്ടിപ്പൊതിഞ്ഞൊക്കെ പരിശോധിച്ചൊക്കെ സംരക്ഷിക്കാൻ നോക്കിയാളാ, പക്ഷെ നടന്നിട്ടില്ല. ശരി, അതിനുശേഷം ആ പിളർപ്പുണ്ടായിട്ടാണ് ഒരു സംഘം ഉണ്ടായത്. എന്റെ സെക്രട്ടറി ഇവിടെ പോയി. അതെ. ഈ വാദം കിട്ടുന്നുണ്ട്. ഈ വാദം കൊണ്ടുവന്ന് ഏറ്റവും ശക്തമായി വാദിച്ച നല്ല നാവായിരുന്നു സെക്രട്ടറി. പക്ഷെ സെക്രട്ടറിയുടെ പേര് പറഞ്ഞുണ്ടായ സംഘത്തിൽ പിന്നെ സെക്രട്ടറി ഉണ്ടായോ? ഇല്ല. സെക്രട്ടറി തെറിച്ചു, മറ്റേത് വേറെ തെറിച്ചു. ഇപ്പൊ എത്രയായി? അങ്ങനെ ആ തെറിച്ചതിൽ ഉള്ള ആളുകള്, ആ കൂട്ടത്തിലുള്ള ആളുകളായിരുന്നു ഷംസുദ്ദീൻ പാലത്ത്, പിന്നെ റൌഫ് നദവി, പിന്നെ മുഹ്സിൻ ഐദീദ്, പിന്നെ അങ്ങനെ കുറെ ആളുകൾ. പിന്നെ നോക്കുമ്പോഴോ അത് പൊളിച്ച്, അതും തെറിച്ച്. അതിപ്പോ എത്ര എണ്ണം ഉണ്ട്? അതിനിപ്പോ എത്ര എണ്ണം ഉണ്ട് നിങ്ങൾ ചോദിച്ചാൽ നോക്കാറില്ല. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, അതിങ്ങനെ പൊട്ടിത്തെറിച്ച് പോകാൻ. ഈ അമീബ എന്ന് പറഞ്ഞൊരു ഏകകോശ ജീവിയുണ്ട്. അതിന്റെ പ്രത്യേകത എന്താ? അത് സ്വയം പിളരും, എന്നിട്ടും വളരും, പിന്നെ പിളരും, പിന്നെ വളരും. കേരള കോൺഗ്രസ് ഒക്കെ എത്രയോ ഭേദമാണ്. അപ്പൊ ഈ അമീബയെ പോലെയാണ് ഇപ്പോ ഈ വിഭാഗം. ഈ അടർന്നു പോയത് പിന്നെ പിരിഞ്ഞ് ഇങ്ങനെ പോവാണ്. ഇപ്പൊ എത്ര കക്ഷി നിറഞ്ഞൂടാ. മൊത്തത്തിൽ നോക്കുമ്പോ എന്താ ഇപ്പൊ അടിസ്ഥാനപരമായി സംഭവിച്ചത്? മൊത്തത്തിൽ സംഭവിച്ചത് എന്താ? സലഫിയത്ത് എന്ന് പറയുന്ന സാധനം റോഡിമേ പറയാൻ പറ്റാത്ത അവസ്ഥയായി. മനസ്സിലാക്കണം. ശരി, ഇനി ഇതിന്റെ എഫക്ട്, ആഫ്റ്റർ എഫക്ട് എന്താണ്? ശരി, നമ്മളിപ്പോ വിചാരിക്കും നമുക്ക് എന്തോ പോരായ്മ വേണം. നമ്മളീ സംഘടിച്ച് എല്ലാവരെയും കൂടെ കൂട്ടി യോഗമൊക്കെ വിളിച്ച് മീറ്റിംഗ് കൂടി ശൂറ കൂടി പണിയെടുത്ത് നമ്മളിങ്ങനെ പോകുമ്പോ ഇതൊന്നും വേണ്ട, മീറ്റിങ്ങും വേണ്ട, യോഗവും വേണ്ട, നമുക്ക് അപ്പനാന്ന് പറഞ്ഞ് പോയ അവസ്ഥയിൽ ഈ അപ്പനായിട്ട് എന്തായി? ഇപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, എനിക്ക് പറയുമ്പോ എന്റെ നെഞ്ചിന്റെ ഈ ഭാഗത്ത് ചെറിയൊരു വേദന വരും. പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരനാണ്, എൻ്റെ ഒരു ശിഷ്യനാണ്.
അവനൊരു ദിവസം ഇടക്കിടക്ക് വീട്ടിൽ വരും എന്തെങ്കിലും കിതാബുമായിട്ട് അർത്ഥം പഠിപ്പിക്കാൻ വേണ്ടി. രാവിലെ ഒന്ന് വൈകുന്നേരം വരുന്ന പഠിച്ചൊക്കെ വായിച്ചൊക്കെ പോകും. ഒരു ദിവസം വരുമ്പോൾ ഇങ്ങനെ വരുന്നു, ഇത്രയേ ഉള്ളൂ അവൻ്റെ പാൻറ്. ഇങ്ങനെ മുറിച്ചൊക്കെ വന്നു, എല്ലാ പാൻറ്റും മുറിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് അവന് വന്നിരുന്ന ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞു, എനിക്ക് പോലെ ഇതുപോലെ റയറായ സുന്നത്തുണ്ടെങ്കിൽ പഠിപ്പിച്ചു തരണം, ആരും ചെയ്യാത്ത സുന്നത്ത് എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. എൻ്റെ എല്ലാ പാൻറ്റും ഞാൻ മുറിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് നാണം വന്നു അവൻ്റെ മുന്നിരിക്കാൻ. കാര്യം സ്വഹാബിയെ പോലൊരു ചങ്ങായി. ഞാനൊക്കെ എത്രയോ തത്വയിലൊക്കെ പുറകിലായി പോയി പഠിച്ചവനെ, ഇവന്റെ ഈമാൻ കണ്ടില്ല, എനിക്കെല്ലാം നാളം വന്നു, ലജ്ജ തോന്നി. അങ്ങനെ അവൻ പറഞ്ഞു, ഞാൻ കുറെ കാലം അതൊക്കെ ഇട്ടായിരുന്നു. പിന്നൊരു ദിവസം ഞാൻ കാണില്ല ഈ ചങ്ങായി, എവിടെ പോയെന്ന് കാണുന്നില്ല. പിന്നൊരു ദിവസം ഞാൻ സർവീസിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഒരു ബൂട്ടൊക്കെ ഇട്ട് പാൻറ് നിരത്തിങ്ങനെ ഇട്ട് റോക്ക് സ്റ്റൈല് താടിയൊക്കെ ഒതുക്കി ഒരു ചങ്ങാതി ഇങ്ങനെ നിൽക്കണം. ഞാൻ നോക്കി, ഇവനെ അനിയം വല്ലതും ആയിരിക്കും ആ ചങ്ങാതികൾ. ഞാൻ 2 3 വട്ടം നോക്കിയിട്ട് ആളെ എനിക്ക് മനസ്സിലായി, അങ്ങനെ എനിക്ക് മുഖം തരണില്ല. ഞാൻ അവിടെ ഒരു കടക്കെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ഇന്ന ആളാണ് അതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഓൻ അങ്ങനെയാന്ന് പറഞ്ഞു. അങ്ങനെയാന്ന് മാത്രല്ല, ഈ ഞാൻ ചോദിച്ച ആളോട്, അയാളോട് വേറെ ആള് പറഞ്ഞ അനുഭവം പറഞ്ഞത്, കഴിഞ്ഞ ദിവസം ഇവൻ ഒരു പുതിയ സിനിമ റിലീസായ സന്ദർഭത്തിൽ അവിടെ ക്യൂവിൽ നിൽക്കുന്നത് കണ്ടപ്പോ ഒരു സമസ്തക്കാരൻ ചെന്നിട്ട് ചോദിച്ചു, എന്താ എവിടെയെന്ന് ചോദിച്ചു. നീ എന്താ ഇവിടെ? കരിച്ച ആ നാട്ടിൽ ചങ്ങാതി ദേവത്തടത്താൻ മനസ്സിലില്ല, നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോ ഓൻ പറഞ്ഞു, ഞാൻ ഇപ്പോ സുന്നിയിക്കാം, അവിടെ മാനിട്ടെടുത്ത് ഞാനിപ്പോ സുന്നിയിക്കാം. അത് കഴിഞ്ഞ് പിന്നെ അവൻ കാണുന്നത് ചേകന്നൂർ വാദിയായിക്കൊണ്ട്. ചേകന്നൂർ വാദിയായി KNMനെതിരെ നോട്ടീസ്, നമുക്കെതിരെ നോട്ടീസ്, പ്രസംഗങ്ങൾ നടക്കുമ്പോൾ എല്ലായിടത്തും ഇവന്റെ വക നോട്ടീസ്, ചേകന്നൂരിസം, ഹദീസ് നിഷേധം നോട്ടീസായി. പെട്ടെന്നൊരു അറ്റാക്ക് വന്ന് മരിച്ചു. ഇത് ഒരു ഉദാഹരണമാണ്. ഇതുപോലെ നിങ്ങൾക്ക് വെച്ച ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞു തന്നു. ഇതുപോലെ അതിൽ വിട്ട് KNM വേലയൊക്കെ ചാടി വേറെന്തോ പഠിക്കാൻ പോകുന്ന കോലത്തിൽ പോയി, പിന്നെ അവസാനം ഈ പറഞ്ഞ കോലത്തിലായി ദീൻ തന്നെ വിട്ടുപോകുന്ന ഒരവസ്ഥ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് പല വീടുകളിലും ഇപ്പം മക്കൾ വാപ്പയോട് മിണ്ടുന്നില്ല, ഉമ്മയോട് മിണ്ടുന്നില്ല, സഹോദരങ്ങളോട് മിണ്ടുന്നില്ല, വീട്ടിൽ വരുന്നില്ല, വീട്ടിലേക്ക് തന്നെ വരുന്നില്ല. അപ്പൊ എന്താ ചോദിക്കുക, ഇന്ന തെറസിപ്പോണ്, ഇന്നടുത്ത് പഠിക്കാണ്, എന്നിട്ട് ഗ്യാങ് അടിക്കുക, ഓരോ സ്ഥലങ്ങളിൽ ഗ്യാങ് അടിക്കുക. പിന്നെ അവർ നോക്കുന്ന വഴി സിറിയ, അഫ്ഗാനിസ്ഥാൻ, യമൻ, ഇങ്ങനെ അതിര് വിട്ടുപോകുന്ന ഒരു സംഘം നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി രൂപപ്പെടുക. വളരെ വ്യാപകമായി രൂപപ്പെടുന്നത് ഈ രൂപത്തിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ, ഈ അമീബ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ മാറി അഹി ഉഹി, അങ്ങനെ ഇപ്പൊ പുതിയ സംഘടന പേരുകൾ, അഹ്, പിന്നെ ഉഹ്, ഉഹ്ത്, പിന്നെ അമ്മ്, പിന്നെ ഹാലത്ത്, ഹാല്, ഇങ്ങനെ ഓരോ പേരിലും ഇങ്ങനെ സംഘടനകൾ ഉണ്ടാക്കാം. സംഭവം ഇപ്പൊ നിലവിൽ എന്താ ഇപ്പൊ മൊത്തത്തിൽ സംഭവിച്ചത്? ഒരു വലിയ ട്യൂബ്, കാറ്റ് നിറഞ്ഞ ട്യൂബിനകത്ത് ഒരുപാട് ഹോളിട്ടാ എന്താ സംഭവിക്കുക? അപ്പൊ ഇത് വളരെ കൃത്യമായി മനസ്സിൽ, ഇത് സലഫി ലോകത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു അജണ്ടയാണിത്. അജണ്ട എന്ന് പറഞ്ഞാൽ ഇതിനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ ഈ സലഫി സമൂഹത്തെ, അതിന്റെ പ്രവർത്തന മേഖലകളെ പുച്ചൂട് നശിപ്പിക്കുക എന്ന ദീനിന്റെ ശത്രുക്കൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അജണ്ടയുടെ ഭാഗമാണ് ഈ പറഞ്ഞ സർവകക്ഷികളും രൂപപ്പെട്ടു വന്നത്. നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാം. നേരെ മറിച്ച് ദീനും സലഫിയത്തും ഒക്കെ പറയാനാണെങ്കിൽ അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എന്തൊക്കെ നമുക്ക് ഒരു പക്ഷേ നമ്മെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സംഘത്തെക്കുറിച്ചൊക്കെ ആളുകൾക്ക് എന്ത് ആക്ഷേപം പറയാം. പക്ഷേ ദീനീ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ഒരു സംഘശക്തി, ഉത്തരവാദിത്തമുള്ള, ആലോചനയുള്ള ഒരു വലിയ സംഘം ഇവിടെ ഉണ്ട്. അത് ഉലമാകളുടെ ഒക്കെ പറഞ്ഞതാ, ഉലമാ എല്ലാം പറഞ്ഞാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരു സലഫി സംഘമുണ്ട്. ആ സലഫി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദർശവും അവരുടെ നിലപാടും പ്രമാണബദ്ധമായി തന്നെ മുന്നോട്ട് പോകുന്നത്. ഇവർ പുറത്തുപോയിട്ട് പുതിയൊരു കിതാബ് അവർക്ക് വായിക്കാനില്ല. KNMനെയാണ് ആദ്യം ഇവർ നശിപ്പിക്കുക. KNMനെ ആദ്യം ചീത്ത പറയാ. ISMൽ നിന്നും MSMൽ നിന്നൊക്കെയാണ് കുട്ടികളെ നടത്തുക. എന്നിട്ട് അതിനോട് വിരോധം വെക്കുക. ആദ്യം സംഘടനയോട് വിരോധം, പിന്നെ വീട്ടുകാരോട് വിരോധം, പാപ്പാനോടും ഉമ്മാനോടും വിരോധം. ആദ്യം സംഘടനയോട് വിരോധം പറഞ്ഞ ആളുകൾ പിന്നെ ഉപ്പയോടും ഉമ്മയോടും വിരോധമായി, പിന്നെ അങ്ങനെ പോയി 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 ഏതൊക്കെയോ ഘട്ടങ്ങളിൽ പോയി അധപ്പതിച്ചു പോകുന്ന അവസ്ഥ സമൂഹത്തിൽ രൂപപ്പെടുന്നത് വളരെ കൃത്യമായി നമ്മൾ തിരിച്ചറിയണം. ഈ വരുന്ന ആളുകൾ മുഴുവനും വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ
അപ്പൊ നമുക്കറിയാം മുഹ്സിൻ ഐദീദ അവസാനം വരുന്ന ഒരു ചങ്ങാതി, അദ്ദേഹം പറഞ്ഞ ഹാക്കിമിയത്തിനെ കുറിച്ച് വാദഗതികൾ യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമിയോട് അവതരിപ്പിച്ച വാദമാണ്. അത് സലഫി കുപ്പായം ഇട്ടിട്ട് നമുക്കിടയിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ആളുകൾ ഇതൊന്നും അറിയാതെ അടുത്ത് സ്റ്റാറ്റസ് ഇടുകയാണ്. ചില ആളുകൾ അതിൽ ആകർഷരാവുകയാണ്. എന്നിട്ട് എന്തോ സലഫിയത്ത് വിളമ്പുന്ന രൂപത്തിലാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബ് വായിക്കുന്നുണ്ടാവും, അതെ, ആർക്കും വായിക്കാം. ഒരുപാട് വേദികളുണ്ട്, വേലകളുണ്ട്, അത് വായിക്കുവാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇതിങ്ങനെ വായിക്കാൻ അതിനിടയിൽ കൂടെ എന്തെടുക്കുക ഈ ഹാക്കിമിയ വാദം, അപകടകരമായ വാദഗതികളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട്. പക്ഷെ ഇത് ഹക്കും ബാത്തിലും തിരിച്ചറിയാത്ത ചെറിയ മക്കളോടാണ് ഇത് അവതരിപ്പിച്ചു കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യരിവിടെ ജീവിച്ചിരുന്നു. ആ മനുഷ്യന്റെ അസാന്നിധ്യം നമുക്കിടയിൽ വളരെ വലിയ വൈകല്യങ്ങൾ വളർത്തിക്കൊടുവന്നു. ആ മനുഷ്യന്റെ പേരാണ് എന്ത്? ആര്? ഉമർ അഹമ്മദ് അൽ മലൈബാരി, ഉമർ മൗലവി. അദ്ദേഹത്തിന്റെ ആയുഷിൽ അദ്ദേഹം നടത്തിയൊരു പോരാട്ടമുണ്ട്. എന്ത്? പലർക്കും അത് എന്താണെന്ന് തിരിഞ്ഞില്ല. ഹാക്കിമിയത്തുള്ള വാദം, ഇബാദത്തിന്റെ അർത്ഥത്തിൽ വരുത്തിയ മാറ്റം. അദ്ദേഹം ജനങ്ങളോട് ശുദ്ധമായ ഏറ്റവും ലളിതമായ രൂപത്തിൽ സംവദിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം രാജാക്കന്മാരോട് സംവദിച്ചു, പണ്ഡിതന്മാരോട് സംവദിച്ചു. ഉമർ മൗലവി. ഈ കഴിഞ്ഞ മാസത്തിലാണ് ഞാൻ ജിദ്ദയിൽ പോയത്. ഉമർ മൗലവിയുടെ ജീവിതത്തിലെ ചില ഏടുകൾ സ്വകാര്യമായി ഞാൻ ശേഖരിക്കാറുണ്ട്. അതിലൊന്നാണ് ഉമർ മൗലവി എഴുതിയ ജവാബുൽ മലൈബാരി എന്നുള്ള ബുക്ക്. മലയാളത്തിലാണ്. പക്ഷെ അതൊരു ഉമർ മൗലവി എഴുതിയ അറബി പുസ്തകത്തിന്റെ കിതാബിന്റെ പരിഭാഷയാണെന്ന് എനിക്കറിയാം. ആ ഉമർ മൗലവിയുടെ ജവാബുൽ മലൈബാരിയുടെ അറബി ബുക്ക് കിട്ടാൻ ഒരുപാട് വർഷങ്ങളായി ഞാൻ പലരോടും അന്വേഷിച്ച് ചോദിച്ചു, ആരുടെയും കിട്ടിയിട്ടില്ല. പക്ഷെ ആ പുസ്തകം കയ്യിൽ കിട്ടണം എന്ന് ഒരുപാട് ഒരുപാട് ആഗ്രഹം. പക്ഷെ ഞാൻ ഇപ്രാവശ്യം ജിദ്ദയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മുജാഹിദ് രാഷ്ട്രീയ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് നോക്കുമ്പോൾ ഒരു അറബി പേപ്പർ ഇങ്ങനെ കാണാം, ഫോട്ടോ. അപ്പൊ അതിനകത്ത് കോൺഗ്രസ് എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കും. അപ്പൊ യാദൃശികമായി ഞാൻ നോക്കുമ്പോൾ ഒരു പേപ്പർ, കോൺഗ്രസ് എന്നൊക്കെ അറബി എഴുതിയൊരു പേപ്പർ, ഞാൻ അവിടെ തന്നെ അത് ടാഗ് ചെയ്ത് വെച്ചു, ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഒരു ബുക്കിന്റെ പേപ്പറാണത്, ആ ബുക്ക് എന്റെ കയ്യിലുണ്ട് എന്ന് വെച്ചു. ആ ബുക്ക് ആരുടെയാന്ന് വെച്ചാൽ അത് ഉമർ മൗലവിയുടേതാണോ. ബുക്കിന്റെ പേരെന്താന്ന് വെച്ചാൽ ജവാബുൽ മലൈബാരി എന്നാണോ, അറബി ബുക്ക്. അഥവാ ഇത്രയും വർഷങ്ങളോളമായി അന്വേഷിച്ച ഈ അറബി ബുക്ക്, അതിൻ്റെ ഒരു പേപ്പറാണ്. ഞാൻ അതിന് ഫോട്ടോ കോപ്പി എടുത്തു തരുമെന്ന് ചോദിച്ചു. ആ മൗലവി വരുമ്പോൾ ഞാൻ എടുത്തുതരാമോ. അങ്ങനെ ഞാൻ ജിദ്ദ കഴിഞ്ഞ് റിയാദിൽ ചെല്ലുമ്പോൾ ഒരു കവറിനകത്ത് ബുക്ക് ഇട്ട് ഇങ്ങനെ കാത്തിക്കുന്നുണ്ട്. ഞാൻ ചെന്ന ആ ബുക്ക് ഇങ്ങനെ വർഷങ്ങളായി കൊതിച്ചൊരു ബുക്ക് കൈ കിട്ടാണല്ലോ. ഞാൻ ഇത് തിരിച്ചു മറിച്ച് നോക്കിയിട്ട് ചോദിച്ചു, ഈ ബുക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അറബി കൊടുത്തന്നാന്ന് പറഞ്ഞു. അറബിക്ക് എങ്ങനെ കിട്ടിയത്? അറബിക്ക് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയൂടാ. അല്ല, അറബി നിങ്ങൾക്ക് തരാണ്ട് കാരണം ഉണ്ടാവുമല്ലോ എന്ന്. അപ്പോൾ അറബി തന്റെ ബുക്ക് പഴയ ഷെൽഫിൽ നിന്നൊക്കെ ഇങ്ങനെ ഒഴിവാക്കുമ്പോൾ ഒരു ബുക്ക് കിട്ടി അറബിക്ക്. മലൈബാരി എന്ന് എഴുതിയപ്പോൾ അന്ന് വെച്ചാൽ ഇവിടെ ആരാ മലൈബാരി ഉള്ളത്? അവിടെ ഒരു മലബാരി എവിടെ ഉണ്ട്? അങ്ങനെ ഈ അറബി കൊണ്ട് ഈ മലൈബാരി തന്നെ മുകളിൽ പേരുള്ളത് കൊണ്ട് മാത്രം അയാൾ കൊടുത്തതാണ്, ആ ചിക്കൻ കൊടുത്തതാണ്. അവൻ അതിനകത്ത് കോൺഗ്രസ് കണ്ടപ്പോൾ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് ഇതിനകത്ത് ഇട്ടത്. പഠിച്ച ആ ബുക്ക് കൊണ്ടുവന്ന് തന്നു. അൽഹംദുലില്ലാ. കഴിഞ്ഞ യാത്ര എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഈ പറയുന്ന ഉമർ മൗലവിയുടെ ജവാബുൽ മലൈബാരി എന്ന പുസ്തകത്തിന്റെ അറബി. ആ അറബി ബുക്ക് എഴുതാനുള്ള കാരണം എന്താ അറിയോ? ആ കാലത്ത് ഉമർ മൗലവി ഖത്തറിൽ പോയി ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഉമർ മൗലവി എയർപോർട്ടിൽ പിടിച്ചു വെക്കാൻ വേണ്ടി ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പണ്ഡിതൻ അവിടുത്തെ ഗവൺമെന്റിനെ ഉമർ മൗലവിയെ കുറിച്ച് ആക്ഷേപപ്പെടുത്തി കൊടുത്തു. ഇദ്ദേഹം ദീനിൽ കൈക്കറി നടത്തുന്ന, അപകടം ഉണ്ടാക്കുന്ന വലിയ ഒരു ഭീകരവാദിയാണെന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തു. അങ്ങനെ എയർപോർട്ടിൽ ഉമർ മൗലവി തടഞ്ഞു വെച്ചു. അപ്പൊ ആ ഉമർ മൗലവി എന്താ, തൽക്കാലം ഞാൻ തടിസലാമത്താക്കെ ഞാൻ അങ്ങനൊന്നും പറയുന്ന ആളല്ല, അതൊക്കെ വെറുതെ പറയണമെന്നല്ല പറഞ്ഞത്. ഉമർ മൗലവി ഉടൻ തന്നെ അവിടുന്ന് അതിന്റെ ആ തനിക്കെതിരെ വന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി എഴുതി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിപ്പോ തൽക്കാലം ഡോസ് കൂടിയത് ഞാൻ നാട്ടിൽ പോയിട്ട് പൂർണ്ണമായിട്ട് എഴുതി തരും. അങ്ങനെ ഉമർ മൗലവി ഖത്തറിലെ ഭരണകൂടത്തിന്, അവിടുത്തെ ഔഖാഫിന് ഈ വിഷയത്തിൽ എഴുതി കൊടുത്ത രേഖയാണ് എന്ത് ജവാബുൽ മലൈബാരി. ഞാൻ പറഞ്ഞ പാവപ്പെട്ട സാധാരണക്കാരോട് മാത്രമല്ല, വലിയ വലിയ ഭരണകൂടത്തോട് അദ്ദേഹം സംബന്ധിച്ചു. നിങ്ങൾ ഫത്താവ ഇബ്നു ബാസ് ഉണ്ടെങ്കിൽ മറിക്കുക, 2-ാം വാള്യവും 5-ാം വാള്യവും. ഈ 2-ാം വാള്യത്തിലും 5-ാം വാള്യത്തിലും നമുക്ക് കാണാം ഉമർ അഹമ്മദ് അൽ മലൈബാരി. 5-ാം വാള്യത്തിൽ എഴുതി സാഹിബു മജല്ലത്തി സൽസബീൽ പത്രത്തിന്റെ ആള്. ആര്? ഉമർ മൗലവി. ആരാ എഴുതുന്നത്?
ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഫത്താവയിൽ രണ്ടിടത്ത്, എന്നിട്ട് അദ്ദേഹം ഈ വിഷയം എഴുതുമ്പോൾ പറയുന്നത് കാണാം, മലബാറിലുള്ള എന്റെ ചില സഹോദരങ്ങളാണ് എനിക്ക് ഈ വിഷയം എന്നെ ബോധ്യപ്പെടുത്തിയത്. അപ്പൊ ലോകത്തുള്ള പണ്ഡിതന്മാരോട് ഈ വിഷയം എത്തിച്ചു കൊടുത്ത പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇന്ന് ആ ഉമർ മൗലവി നമ്മുടെ ഇടയിലില്ല. നമുക്ക് ഹാക്കിമീത്ത് പറഞ്ഞുകൂടാ, ഹാക്കിമീത്തുള്ള വിദണ്ഡവാദം എന്താന്ന് പറഞ്ഞുകൂടാ. ഈ തരത്തിൽ തൊപ്പിയും താടിയൊക്കെ വെച്ച് സലഫി ചമഞ്ഞ് വരുന്ന ആളുകൾ പറയുന്ന വൈരുദ്ധ്യം എന്താന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ ഓന്റെ സിമ്പിൾ എടുത്ത് ഓന്റെ പ്രസംഗം എടുത്ത് സ്റ്റാറ്റസ് ആക്കി നടക്കണം. ആര് നമ്മളോട് പറഞ്ഞ അയ്യയ്യേ ഇത് നാണക്കേട് നമ്മളോട് പറയണ്ടേ? ഇത്രയും വലിയ പരിശുദ്ധമായ ഇടപെടലുകൾ നടത്തി വളർന്നു വന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് ഇതെന്താന്ന് ഒരു തിരിച്ചറിയാതെ പുതിയത് കിട്ടുകയാണ്, പുതിയതാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുനടക്കുകയാണ്. അപ്പൊ നമ്മളിത് വളരെ ഗുരുത്വമാണ്. നമ്മുടെ മക്കളെ കൊന്നുകളയില്ലേ? നായിഫ് രാജകുമാരൻ പറഞ്ഞ പോലെ സർവ്വതും നിങ്ങൾക്ക് ഞങ്ങൾ തന്നു, പകരം ഞങ്ങൾക്ക് നിങ്ങൾ തിരിച്ചു തന്നത് ഞങ്ങളുടെ മക്കളെ നിങ്ങൾ നശിപ്പിച്ചു തന്നു എന്നുള്ളതാണ്. അത് നായിഫ് രാജകുമാരന്റെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ചാവേർ വന്ന കഥ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. ഉള്ളില് സ്ഫോടക വസ്തു വെച്ചിട്ട് മാപ്പസാക്ഷിയായി വന്നിട്ട് പൊട്ടിത്തെറിക്കാൻ ശ്രമിച്ചു. പക്ഷെ അടുത്ത ഒരുപാട് പൊട്ടിപ്പോയി. വലിയ വാർത്തയായിരുന്നു അത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുപോയി എത്തിക്കുന്ന ഒരുപാട് കക്ഷികൾ സലഫി ലോകത്തെ തകർക്കാൻ വേണ്ടി രൂപപ്പെട്ടു വന്നത് തിരിച്ചറിയുക തന്നെ വേണം. ബോധവൽക്കരണം നടത്തണം. ഇബ്നു തൈമിയുടെ കിതാബോ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബോ ശൈഖ് ഇബ്നു ബാസിന്റെ കിതാബോ ഉസൈമീന്റെ കിതാബോ ഒക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്ന കിതാബാണ്. അതൊക്കെ നമുക്ക് വായിക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന ഗ്രന്ഥങ്ങളാണ്. അത് വെച്ച് അതിന്റെ മറവിൽ സുറൂറിസം കടത്തുക എന്ന ഏറ്റവും വലിയ അപകടം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനെ തിരിച്ചറിയാനും തെളിവുകൾ കൊണ്ട് തന്നെ നശിപ്പിക്കാനും നമുക്ക് സാധിക്കേണ്ടതല്ല, നമ്മുടെ ബാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കുക. അത് ഇത്തരം ഇടപെടലുകൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ കരുതലോടുകൂടി നമ്മൾ പ്രവർത്തിക്കുക, ബോധവൽക്കരണം നടത്തുക. ഇതിൽ പെട്ടുപോയ പല ആളുകളും ആദ്യം വെറുക്കുന്നത് ആരെ തന്നെ ആയിരിക്കും? നമ്മുടെ സംഘടനയെ ആദ്യം വെറുക്കും, പിന്നെ അവരുടെ കുടുംബത്തെ വെറുക്കും, മക്കളെ വെറുക്കും. അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെല്ലാം ഒരു പ്രത്യേക ഒരു ദീനിൽ നിന്ന് അതിര് കവിഞ്ഞ് ഒലുവിന്റെ ഭാഷയിലൂടെ പോകുന്ന രൂപവും പിന്നെ ആ ദീനിൽ നിന്ന് തന്നെ തെളിച്ചു പോകുന്ന അവസ്ഥയും കാണാൻ കഴിയുന്നു. അത് വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ കരുതിയിരിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്.